വീട്ടിൽ ഇറങ്ങിയപ്പോ നല്ല ഭംഗിയുണ്ട്. ഇതിപ്പോ എന്താ പറ്റി? നീ ഒരു പഴഞ്ചനാണെന്നാ ഈ കൂട്ടരും പറഞ്ഞത്. മോഹ ഡാ, നിനക്കേ നിന്റെ ഈ കണ്ണടപ്പൊന്ന് ഒന്ന് കുറയ്ക്കാൻ പറ്റും? ഒന്ന് ശ്രദ്ധിച്ചാ മതി. എടാ, അത് മനഃപൂർവ്വം ചെയ്യുന്നല്ലടാ, ഒരു ശീലമാ. പിന്നെ എൻ്റെ ജോലി ഒരു പ്രശ്നം. ഞാൻ പക്ഷെ സ്റ്റൈലായിട്ടേ ജെല്ലൊക്കെ ഇട്ട് ഇറങ്ങിയത്. ഓ പിന്നെ ജെല്ലൊക്കെ തേച്ചാ പിന്നെ ഭയങ്കര സ്റ്റൈലല്ലേ. എന്നിട്ട് എത്ര പെണ്ണാണാൻ പോയി? ഏതെങ്കിലും ഒന്ന് നടന്നാ? നിനക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പെണ്ണ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ നാട്ടുകാരുടെ സംസാര വിഷയം എന്താണെന്ന് അറിയോ? എന്താ? എൻ്റെ അച്ഛൻ്റെ അസുഖം നിനക്ക് കൊണ്ടുവന്ന. അങ്ങനെയാ കഴിഞ്ഞ കൂട്ടർ മാറിപ്പോയത്. എന്നോട് ഞാൻ പറയാഞ്ഞതാ. അപ്പൊ എന്നെ പോലുള്ളൊരു കല്യാണം കഴിക്കണ്ടടാ മണിയാ. നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റും? നിന്റെ ഈ രൂപമൊക്കെ ഒന്ന് മാറ്റും, എന്നിട്ടൊന്ന് സ്റ്റൈലായിട്ട് നടക്കാൻ നോക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു പെണ്ണിനെ പ്രേമിക്കും. ഈ പ്രേമത്തിന് കണ്ണുമുക്കൊന്നുമില്ല. ഏതവന്റെ കൂടെയും പെണ്ണിറങ്ങി വരും. എന്നാ നീ തന്നെ നോക്കി നല്ലൊരു പെൺകുട്ടി എനിക്ക് കണ്ടുപിടിച്ച. ഇനി അതും കൂടെ ഞാൻ ഒപ്പിച്ചേരാം. ബ്രോക്കറെ എന്നാ നീ മാമനാക്കാൻ നോക്കണം. മാമ അല്ല അല്ല മണിയ. എടാ, ഞാൻ പറഞ്ഞു പോയപ്പോ നീ ഒന്നും മിണ്ടാതിരി. എടാ, നീ ഇത് വെക്കണ്ട. നീ തൊട്ടാ വിരഹാനെ വരും. തൊടണ്ട. എന്ത് കഷ്ടമാണെന്ന് തോന്നുന്നു ദൈവം. ഇവന്റെ കൂടെ നടന്ന് എന്റെ ജീവിതം നശിക്കുമല്ലോ ദൈവം. നീ ആരെയും നോക്കുന്നു? ആ 100 കൊണ്ട് അയാളവിടെ അയാളാ കാശ് കൊണ്ട് ബാങ്ക് ഇടാൻ ആദ്യം ഒഴിച്ചു മുങ്ങി. മണിയ, ഈ പെണ്ണുങ്ങളുടെ പുറകടക്കലൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഞാനില്ല.